ക്ഷേത്രത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി. ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. അവൾ മുഷിച്ചിലോടെ നിന്നു. പെട്ടെന്ന് മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിന്നു. ഹെൽമെറ്റ് ധരിച്ചതിൽ അവൾക്ക് ആള് മനസ്സിലായില്ല. സച്ചിൻ ഹെൽമെറ്റ് മാറ്റി. അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്താ ഇവിടെ, തനിച്ചാണോ? അതെ, ആദ്യമായിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ തനിച്ചു വന്നതാ? ഓട്ടോ ഒന്നും കാണുന്നില്ല. സച്ചിൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞ് ആമി റോഡിന്റെ രണ്ടു ഭാഗത്തേക്ക് നോക്കി. എങ്കിൽ താൻ കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അയ്യോ വേണ്ട, ഓട്ടോ കിട്ടുമായിരിക്കും. സാരില്ലടോ, താൻ കയറ്. സച്ചിൻ പറഞ്ഞു കേട്ട് ആമി എന്ത് ചെയ്യുമെന്നറിയാൻ നിന്നു. തനിക്കിപ്പോഴും പേടിയുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ വരാം. മറുപടി പറഞ്ഞ് ആമി അവൻ്റെ പുറകിൽ കയറി. യാത്രയിൽ ഉടനീളം അവർ ഓരോന്ന് സംസാരിച്ചു. പഴയതും പുതിയതുമായ കാര്യങ്ങൾ. അടുക്കളയിൽ തകൃതിയായ പണിയിലാണ് എല്ലാവരും. ക്രിസ്റ്റിയും ആൽബിയും ആദ്യമേ എത്തിയിരുന്നു. ആൽബിയുടെ കൂടെ തന്നെ മിലയും വന്നിരുന്നു. എന്നാൽ ആബിയെ വിളിച്ചവരാന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയതാണ്. പള്ളിയിൽ പോയി വരുന്ന കത്രീന ആദ്യം തന്നെ ആദിയുടെ വീട്ടിലേക്കാണ് പോയത്. ആഹാ, നിങ്ങൾ തുടങ്ങിയോ? കത്രീന അടുക്കൽ കയറി ചോദിച്ചു. ഉവ്വ്, ഞങ്ങൾ തുടങ്ങി. ആൽബി ചിരകിക്കൊണ്ടിരുന്ന തേങ്ങയിൽ നിന്ന് ഒരു നുള്ളു വായിലിട്ടുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ഇനി ഇതിൽ നിന്റെ കൈ വേണം അരിയും ഞാൻ. ആൽബി ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. കത്രീന സാരി ഇടുപ്പിൽ കുത്തി അവരുടെ കൂടെ പണിയിലേക്ക് ഇറങ്ങി. ആമിയോട് പറഞ്ഞിരുന്നു നീ? ആൽബി ആദിയോട് ചോദിച്ചു. ഏയ് ഇല്ല, അവൾ അമ്പലത്തിൽ പോയി വന്നിട്ട് പറയാമെന്ന് കരുതി. ഇത്ര നേരമായിട്ടും എന്താ വരാത്തെന്ന് കാണും. ഇനി ആദ്യത്തെ പോലെ അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ? ആദ്യം പറഞ്ഞതിൻ്റെ മറുപടി വന്നത് മിലിയിൽ നിന്നായിരുന്നു. കരുനാക്ക് അവളെ ചൂടുന്ന് പറയല്ലേ, ഇനി അവിടെ പോയി അടിയുണ്ടാക്കി അവളുടെ കപ്പാസിറ്റി ഇല്ല. ക്രിസ്റ്റി പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. മുറ്റത്തൊരു ബൈക്ക് വന്നിരുന്ന ശബ്ദം കേട്ട് ആദ്യം അവിടേക്ക് നടന്നു. ആരുടെയോ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ആമിയെ കണ്ട് ആദിക്കൊന്നും മനസ്സിലായില്ല. ഇറങ്ങുന്നില്ലേ? ചിരിയോടാണ് അവളുടെ ചോദ്യം. പിന്നീടാവാം, പവി കാത്തു നിൽക്കുന്നുണ്ടാവും. ഹെൽമെറ്റ് മാറ്റിക്കൊണ്ട് സച്ചിൻ പറഞ്ഞു. ആ, നീയായിരുന്നോ? ഇതെന്താടാ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വാ. സച്ചിനാണെന്ന് കണ്ടതും ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇല്ലാതേട്ടാ, പോകണം, അത്യാവശ്യമുണ്ട്. ഇതിന് മാത്രം നിനക്ക് എന്താ അത്ര അത്യാവശ്യം? അകത്തുനിന്നിറങ്ങി വന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഓഹ്, ഇയാളുണ്ട് ഇവിടെ? ആടാ, നിനക്കിപ്പോൾ എന്നെ ഒരു വിലയില്ലല്ലോ. എൻ്റെ പൊന്നേട്ടായി, പവി അമ്പലത്തിൽ കൊണ്ട് വിട്ട സമയത്താണ് ഇവളെ അവിടെ കണ്ട്. അതിനോട് അകത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ വന്നതാണ്. ഓട്ടോ കിട്ടാതെ വന്നപ്പോൾ ഇവളെ ഇവിടെ കൊണ്ട് വിടാമെന്ന് കരുതി. പവി അവിടെ കാത്തിരിക്കായിരിക്കും. ക്രിസ്റ്റി എന്തോ ചോദിക്കുമെന്ന് തോന്നിയത് കൊണ്ട് സച്ചിൻ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യയുടെ നിർബന്ധത്തിൽ അവൻ ഉമ്മറത്തേക്ക് കയറി. അല്ല, നീ എപ്പോഴാണ് കോയമ്പത്തൂർ വന്നത്? സത്യമോൾക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി എത്തി. ഇപ്പോൾ കൈയൊക്കെ ചെറുതായി ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം ചോദിച്ചതിന് അവൻ ചിരിയോട് മറുപടി കൊടുത്തു. ഇനി എത്ര കാലം കൂടെ അവിടെ തങ്ങണം എന്ന് വൈദ്യര് പറഞ്ഞ് ക്രിസ്റ്റി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. പവി ഉണ്ടായിരുന്നാണ് അമ്മയ്ക്കൊരു ആശ്വാസം. പക്ഷേ അവൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ, ഞാൻ നിർബന്ധിച്ചിങ്ങ് കൊണ്ടുവന്നതാ. സച്ചിൻ പറഞ്ഞു കേട്ട് എല്ലാവരും മൂളി. എന്നാൽ ഞാൻ പോട്ടെ? നീ ഒന്നും കുടിച്ചില്ലല്ലോ. സച്ചിൻ പടിയിറങ്ങാൻ തുനിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു. പിന്നെ ആവാം. ആദ്യം നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പവിയും കൂട്ടി നേരെ ഇങ്ങോട്ട് വാ. ആദ്യം അവൻ്റെ ഷോൾഡറിൽ തട്ടി പറഞ്ഞു. അവൻ സംശയത്തോടെ നോക്കി. ഇന്ന് ആമിയുടെ ബർത്ത്ഡേ ആണ്. ഉവ്, അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് കരുതി. നീ അവളെയും കൂട്ടി വാ. ആദ്യം എതിർത്തെങ്കിലും ആദ്യയുടെ വാക്ക് ധിക്കരിക്കാറില്ലാത്തതിനാൽ അവൻ സമ്മതിച്ചു. എന്താ ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ? ആമി മൂക്കൊന്ന് നീട്ടി വലിച്ചുകൊണ്ട് ചോദിച്ചു. ക്രിസ്റ്റി ഒന്നും പറയാതെ ആദ്യം നോക്കി. സച്ചിനോട് സംസാരിച്ചു കഴിഞ്ഞ് ആദ്യം പടികേറി മുകളിലെത്തി. അടുക്കളയിൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആമി അത് പറഞ്ഞ് അകത്തേക്ക് നടക്കാൻ തിരിഞ്ഞു. പെട്ടെന്ന് തന്നെ തലയ്ക്ക് സ്വയം അടിച്ചു പുറകിലേക്ക് തിരിഞ്ഞു. കയ്യിലെ ഇലച്ചീനിൽ നിന്ന് ചന്ദനമെടുത്ത് ആദ്യയുടെ നെറ്റിയിൽ തൊട്ടു. ഒന്ന് എതിർക്കാൻ പോലും ആദിക്ക് കഴിഞ്ഞില്ല. ബോധത്തിൽ വന്ന ആദി അത് മായ്ച്ചു കളയാൻ ശ്രമിച്ചെങ്കിലും ആമി അതിന് സമ്മതിക്കാതെ കയ്യിൽ പിടിച്ചു. തൊട്ടുകുറി മായ്ക്കാൻ പാടില്ല ആദ്യേട്ടാ, ദോഷാണ്. ആമി അത് പറഞ്ഞ് തിരിഞ്ഞ് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നടന്നു. തൊട്ടു കൃഷ്ണനായാലും ക്രിസ്റ്റു ആയാലും നമുക്ക് കണക്കാ. ക്രിസ്റ്റി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ആമി ചിരിയോട് അവനും കുറി വരച്ചു കൊടുത്തു. പിന്നീട് അകത്തേക്ക് നടന്നു. ഓ, എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ. ക്രിസ്റ്റി ആദ്യയുടെ താടിയിൽ പിടിച്ച് കുഞ്ചിച്ചുകൊണ്ട് പാടി. പോടാ. ആദ്യം അവൻ്റെ കൈ തട്ടി മാറ്റി പറഞ്ഞ് അകത്തേക്ക് കയറി. ആമി അപ്പോഴേക്കും അടുക്കളയിലെത്തിയിരുന്നു. എന്താ ഇവിടെ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ആമി പറഞ്ഞതിന് മറുപടി കൊടുക്കാൻ തിരിഞ്ഞവർ കാണുന്നത് പുറകിലായി വരുന്ന ക്രിസ്റ്റിയാണ്. എനിക്കും വേണം. മിലി ക്രിസ്റ്റിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. എന്ത്? ആമി അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ചന്ദ്രൻ തൊട്ടത് ആമി. മിലി പറഞ്ഞു കേട്ട് ആമി അവളെ സൂക്ഷിച്ചു നോക്കി. ടേബിളിലുണ്ട്, പോയി എടുത്തു. ആമി പറഞ്ഞു കേട്ട് മിലി അകത്തേക്ക് ഓടി. ഇതിൽ അതേ സമയമാണ് ആദ്യം അകത്തേക്ക് വന്നത്. ആദ്യം കണ്ടതും ആൽബി അറിയാതെ വായ തുറന്നു. ആൽബിയെ, നീ നോക്കണ്ട, ഇത് ആദ്യം തന്നെയാണ്. കുറി അലർജി അവൻ നന്നായാലാണ്. ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ആദ്യം അവനെ നോക്കി കണ്ണുരുട്ടി. കത്രീനയ്ക്ക് അവരുടെ കളി കണ്ട് ചിരിയാണ് വന്നത്. പെട്ടെന്നാണ് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ആരോ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നിയത്.
അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മിലിയാണ്. ഇങ്ങ് വാ എന്ന് കാണിച്ചു. ക്രിസ്റ്റി പതിയെ പുറകിലേക്ക് വരഞ്ഞു. ഇത് കണ്ട ആമിക്ക് കണ്ണു കാണിച്ചു. ഞങ്ങളിപ്പോ വരാവേ. ആമി ആബിയുടെ കയ്യിൽ പിടിച്ച് അടുക്കൽ നിന്നിറങ്ങി. നടുമുറ്റത്തെ തൂണിന്റെ പുറകിൽ ഒളിച്ചെന്ന് രണ്ടുപേരും മിലിയും ക്രിസ്റ്റിയും വീക്ഷിച്ചു. എന്നാടി ക്രിസ്റ്റി ചോദിച്ചു കേട്ട് മിലി ചിരിച്ചു. അതിലെന്തോ വശപ്പിച്ചേക്കില്ലേ എന്ന് ക്രിസ്റ്റിക്ക് തോന്നി. അവൻ പിരികുമുറുത്തി എന്താന്ന രീതിയിൽ ചോദിച്ചു. എനിക്ക് ചന്ദ്രൻ തൊടണം. ടേബിളുണ്ടെന്ന് ആമി പറഞ്ഞല്ലോ, എടുത്ത് തൊട്ടാ പോരെ. മിലി പറഞ്ഞതിന് ക്രിസ്റ്റി മറുപടി പറഞ്ഞു. എനിക്കത് വേണ്ട, ഇവിടെ നിന്ന് മതി. മിലി അത് പറഞ്ഞ അവന്റെ കഴുത്തിൽ പിടിച്ച് തലതാതി നെറ്റിയിൽ നെറ്റി പൊട്ടിച്ചു. ഒളിഞ്ഞു നോക്കി നിന്ന് രണ്ട് ജോഡിക്കണ്ണുകളുടെ ഉടമസ്ഥൻ അറിയാതെ വായ തുറന്നു. ഇനി പൊക്കോ. മിലി അവന്റെ കവിൽ ഒരു ഉമ്മയും കൊടുത്ത് ചാടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും ആമിയെ പിടിച്ചോണ്ട് പോയിരുന്നു. ക്രിസ്റ്റി ചിരിയോടെ അടുക്കളയിലേക്ക് വന്നു. ആബിയും ആമിയും ഒന്നും അറിയാത്ത പോലെ ചിരി കടിച്ചു പിടിച്ച് നിന്നു. മിലി എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ ഒന്നും പറഞ്ഞില്ല. പണിയെല്ലാം എല്ലാവരും കൂടെ നല്ല ഓളത്തിൽ ചെയ്തു. മാട്ടിനും നീലയും കൂടി ഉണ്ടായിരുന്നു. കളിയും ചിരിയും പരിഭവും തമാശയായി അവർ മുന്നേറി. ആദ്യ അകത്തേക്ക് പോയ സമയത്ത് ആമി അവന്റെ പുറകിൽ വെച്ചു പിടിച്ചു. ചാർജിൽ വെച്ചായിരുന്ന ഫോൺ എടുത്ത് തിരിഞ്ഞപ്പോൾ ആദ്യയുടെ ദേഹത്ത് എന്തോ വന്നതുപോലെ തോന്നി. ആമി അവനെ വട്ടം ചുറ്റി പിടിച്ചാണെന്ന് തെല്ലൊരു നേരത്തിന് ശേഷമാണ് മനസ്സിലായത്. ആദ്യ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ആമി ഒന്ന് പൊങ്ങി അവന്റെ കവിൾ അമർത്തി ചുംബിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇതൊന്നും. നിങ്ങളെന്റെ ഭാഗ്യമാണ് ആദ്യേട്ട. അവളുടെ ശവത്തിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയം അല തല്ലി ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നെന്ന് കരുതി നിന്റെ ഓരോ സന്തോഷം മാറ്റി നിർത്താൻ പറ്റുമോ? നിന്റെ അച്ഛനും അമ്മയും നന്ദനും കുട്ടനും ചന്തവും ഒന്നും ഉണ്ടാവില്ല ഈ ആഘോഷത്തിൽ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ കുഞ്ഞു കുടുംബം വെച്ച് ഈ പറഞ്ഞ നമുക്ക് ആഘോഷിക്കാം. എല്ലാ വർഷവും ഇങ്ങനെയല്ല ആഘോഷിക്കാറ്. അതിലും നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അതാണ് എൻ്റെ സന്തോഷം. ആദ്യം അവൾ അവനിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. മൂർധാവിൽ ചുംബിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ആനന്ദശ്രു അടർന്നു വീണു. ആവി ഉമ്മറത്തെ ചാരുപടിയിൽ ദൂരേക്ക് നോക്കിയിരുന്നു. നടുമുറ്റത്തെ പടവിലിരുന്ന് മിലയും ക്രിസ്റ്റിയും കുറുകുന്നുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ ശേഷം മാട്ടിനൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അതിനു പുറകെയായി കത്രീനയും പോയിരുന്നു. ആബി തൂണിലും ചാരി കാലുമടക്കി വെച്ച് ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുമ്പോഴാണ് മുന്നിൽ ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയത്. ആബി കണ്ണുകൾ മുന്നിലേക്ക് നീക്കി. ആൽബി ഇരിക്കുന്നത് കണ്ട് ആബി ഉടുപ്പൊന്ന് ശരിയാക്കി വീണ്ടും കണ്ണുകൾ ദൂരേക്ക് പായിച്ചു. ആബി വിളിച്ചത് കേട്ട് കേൾക്കാത്ത പോലെ നിന്നു. എടി എന്നതെങ്കിലും ഒന്ന് പറ. ആൽബി അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. ഇന്ന് ഇവിടെ വന്നപ്പോൾ മുതി നീ എന്നൊന്നും നോക്കുന്ന പോലും ഇല്ല. കാരണെങ്കിലും പറ. ആൽബി പറഞ്ഞു കേട്ട് ആബി അവനെ കണ്ണുരുട്ടി നോക്കി. ആ കണ്ണ് താഴെ വീഴ്ത്തല്ലേ, നീ കാര്യം പറ. ആൽബി അവളുടെ കയ്യിൽ കൈവച്ച് പറഞ്ഞു. ആബി അത് തട്ടിമാറ്റി. എന്നെ അമ്മച്ചെന്ന് അടിച്ചപ്പോൾ ഒന്ന് എതിർത്തോ? വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ പോട്ടെ, രാത്രി വിളിച്ചെന്നെ എത്ര വായിക്ക് പറഞ്ഞെന്നു. ഇതൊക്കെ ആയിട്ടും ഇനി ഞാൻ നിങ്ങളെ സ്നേഹിക്കണം, ഇതാണ് നിന്റെ പ്രശ്നം? ആൽബി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ചോദിച്ചു. ആബി അവളിൽ നിന്ന് മുഖം മാറ്റി. എൻ്റെ സ്വന്തം തോന്നുവരെ ഞാൻ പലതും പറയാറുണ്ട്. നീയും എന്താണ് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഒന്ന് ശ്രദ്ധിച്ചത് പോലില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഒന്നെൻ്റെ പെങ്ങൾ, ഒന്നെൻ്റെ പെണ്ണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നായിരുന്നു? ദേഷ്യം വന്നു. ഞാൻ നിന്നെയും പറഞ്ഞിട്ടുണ്ട്, അവളെയും പറഞ്ഞിട്ടുണ്ട്. രണ്ടും എന്താണെന്ന് തോന്നിയ കൊണ്ടാണ്. എല്ലാന്നും നിനക്ക് തോന്നിയിട്ടുണ്ടാവും. സോറി. ഇനി ഞാൻ വേണ്ട ചായ. ഞാൻ ചുമ്മാ തമാശയ്ക്ക്. ഞാൻ സങ്കടമായോ? ആൽബി എന്തോ പറയാൻ തോന്നിയപ്പോഴേക്കും ആബി എൻ്റെ വായ കൈകൊണ്ട് മൂടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇല്ല എന്ന് തലയാക്കി അവൾ ചീർത്തി പിടിച്ചു. നീ എൻ്റെ അല്ലേ, അങ്ങനെ എന്നെ സ്നേഹിക്കാതിരിക്കാനൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ഇച്ചാനറിയാടി. ആൽബി അവളെ ചീർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആമിമാതി മുറിയിൽ നിന്നിറങ്ങി. അവളെ ചീർത്തി പിടിച്ചിറങ്ങിയത് രണ്ട് ഇണക്കുരുകളുടെ മുന്നിലേക്കാണ്. ക്രിസ്റ്റിയുടെ തോളിൽ ചാരി അവൻ്റെ വിരലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് എന്തോ വലിയ കാര്യം പറയുന്ന മീലി. അതിനെല്ലാം പുഞ്ചിരിയോട് മൂടുന്ന ക്രിസ്റ്റിയും. ഡേ അകത്തേക്ക് വലുതും പോടേ. ആദിയുടെ ശബ്ദം കേട്ട് മീലി പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു. കട്ടറും പാവല്ല മോനെ, നിങ്ങളെപ്പോലെ ഏതു നേരവും കാണാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടിയ സമയം ഞങ്ങൾ ഒന്ന് പ്രേമിച്ചോട്ടെ. ക്രിസ്റ്റി പറഞ്ഞത് കേട്ട് ആദിയും അമ്മയും ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. വാതിൽ പടി കഴിഞ്ഞതും അതാ അടുത്തത്. ആൽബിയുടെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിയാണ് അവളുടെ ഇരിപ്പ്. ആമിയെ, നമുക്ക് നമ്മുടെ വീട് വല്ല ബീച്ചോ പാർക്കോ ആക്കി പ്രഖ്യാപിച്ചാലോ? ക്രിസ്റ്റിയും ആൽബിയും കേൾക്കാൻ പാകത്തിന് ആദ്യം വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും അവനെ നോക്കി പല്ല് കടിച്ചു. അതേസമയമാണ് പവിയും സച്ചിയും വന്നത്. എന്താടാ വൈകിയത്? ഇവൾക്ക് എന്തൊക്കെ പണിയുണ്ടായിരുന്നു? ആദ്യം ചോദിച്ചിന് സച്ചിൻ പവിയെ നോക്കി പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. കയ്യിലെ ഗിഫ്റ്റ് ബോക്സ് ആമി ഏൽപ്പിച്ച് പവി പറഞ്ഞു. ആമി അവളെ കെട്ടിപ്പിടിച്ചു. പവിക്കുട്ട. പുറകെ ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ട് പവി അവളിൽ നിന്ന് അകന്ന് ക്രിസ്റ്റിയോട് ചേർന്ന് നിന്നു. എല്ലാവരും മിലയെ നോക്കി. അവളുടെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു.
ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പരസ്പരം ഊട്ടിയും ഉണ്ണും അവർ അത് ആഘോഷമാക്കി. ആമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്ന് നിറഞ്ഞു. ടേബിളിന്റെ അടിയിലുള്ള ആദിയുടെ കയ്യിൽ അവൾ കൈ ചേർത്തു. കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി എല്ലാം ഒതുക്കി വെച്ച് ആമി അകത്തേക്ക് വന്നപ്പോൾ നടുമുറ്റം മുഴുവൻ അലങ്കരിച്ച് വെച്ചിരുന്നു. ആമിയുടെ കണ്ണ് തള്ളി. ആമി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയുള്ള ഒരു കേക്ക് നടുവിലുണ്ട്. അവൾ നിറക്കണ്ണുകളുടെ ആദിയെ നോക്കി. അവൻ കൺചെമ്മി കാണിച്ചു. ആമി കേക്ക് മുറിച്ചു. ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് ആദിക്ക് കൊടുത്തു. അവൻ തിരിച്ചും. ഓരോരുത്തർക്കും അവൾ മാറി മാറി കൊടുത്തു. കേക്ക് കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ആദ്യമായിട്ടിന് എന്താ ഒന്നും കൊടുക്കാത്തേ? മിലി കളിയോട് ചോദിച്ചു. ഞാൻ കൊടുത്തോളാം, ഇവിടെ വെച്ചല്ല, ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇത്രയും നല്ലൊരു ദിവസം ഇവൾക്ക് ഇവളെ അച്ഛനെയും അമ്മയും കാണിച്ചു കൊടുക്കാത്തത് ശരിയല്ലല്ലോ. ഞാൻ ആദ്യം അവിടേക്ക് പോകട്ടെ. ആദ്യം ആമിയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ആമി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവനെ നോക്കി. അല്ല, നീ എങ്ങനെ പോവും? മാർട്ടിൻ ചോദിച്ച അതേ സംശയം ആമിയും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ്റെ നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അവനും ഉണ്ടാവും. ഇപ്പൊ പോയ സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്തും. ആദ്യം മറുപടി പറഞ്ഞു. ക്രിസ്റ്റി പോകുന്നു കേട്ടപ്പോൾ മിരി ഒരു പകപ്പോടെ അവനെ നോക്കി. ക്രിസ്റ്റി ഒന്ന് കൺചെമ്മി കാണിച്ചു. നീ സാരിയൊക്കെ മാറ്റ്, നമുക്ക് പോകണ്ടേ? ആദ്യം ആമിയെ നോക്കി പറഞ്ഞു. കേൾക്കേണ്ട താമസം. അവൾ മുറിയിലേക്ക് ഓടി. കത്രീനും പിള്ളേരും കൂടെ അവിടെയെല്ലാം വൃത്തിയാക്കി. ക്രിസ്റ്റി മിലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ്. ആദ്യമായിട്ട് എൻ്റെ മനസ്സെങ്ങനെ മനസ്സിലായി? കുടിക്കാൻ വെള്ളം വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു ക്രിസ്റ്റി. അതേസമയം ആമി ആദ്യയോട് ചോദിച്ചു. വേണമെങ്കിൽ എനിക്ക് പറയാം, നിന്റെ മനസ്സ് ഞാൻ വായിച്ചെടുത്തെന്നൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ നന്ദനെ വിളിച്ചിരുന്നു. നിന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കുന്നതാണ് നിനക്കിഷ്ടമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എന്ന്. ആദ്യം വിചാരിച്ച് രാവിലെ തന്നെ നാട്ടിലേക്ക് തിരിക്കാന്നായിരുന്നു. അപ്പോഴാണ് പിള്ളേര് പറഞ്ഞത് അവർക്കും കൂടണമെന്ന്. അപ്പോൾ എങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്തു? ആദ്യം പറഞ്ഞു കേട്ട് ആമി പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു. ചന്ദ്രോത്ത് വീടിന്റെ മുന്നിലെത്തുമ്പോൾ ഇരുട്ട് പടർന്നിരുന്നു. ആമിയും ആദ്യം ഒരുമിച്ച് പടികൾ കയറി. ക്രിസ്റ്റി ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഫോണെടുത്ത് മാറിയെന്ന് ആരോടോ സംസാരിച്ചു. ആമി ബെല്ലടിച്ചു. എന്ത് വാതിൽ തുറന്നു. പെട്ടെന്ന് തന്നെ ആരുടെയൊക്കെയോ ശബ്ദവും ആർപ്പുവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. ആമി ചെവി പൊത്തി പിടിച്ചു. മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ളിൽ പൂനിലാവ് ദിച്ചതുപോലെയായി. അച്ഛൻ, അമ്മ, നന്ദൻ, കുട്ടേട്ടൻ, ചന്തുവേട്ടൻ. അവൾ ചിരിയോടെ നിന്നു. ഇത് ഞാൻ പ്ലാൻ ചെയ്തില്ലല്ലോ. ആദ്യം അത്ഭുതത്തോടെ ചോദിച്ചു. ഇത് ഞങ്ങളുടെ പ്ലാൻ, ചാരി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. വീണുമാശിരിയണുക ഇന്ദുവും വിശ്വനാഥനും അവളെ അനുഗ്രഹിച്ചു. ആദ്യം അവന്റെ പേര് കൊത്തിയ മോതിരം അവളെ അണിയിച്ചു. അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും മടങ്ങിയത്. ആമി അന്ന് ഏറെ സന്തോഷവതിയായിരുന്നു. ആദ്യം നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ ഈറനടഞ്ഞിരുന്നു.